എന്നിട്ട് കൊല്ലുന്നു എനിക്ക് കാണണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. നിങ്ങൾ കൊല്ലുന്നത് എനിക്കൊന്ന് കാണണം, എനിക്ക് മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും കാണണം എന്നിങ്ങനെയൊക്കെയുള്ള ഷഹബാസിൻ്റെ കുറച്ച് വോയിസുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഷഹബാസ് എന്ന പൊന്നുമോനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ പ്രതികളായവർ. 5 പേരായിരുന്നു എന്ന് നമ്മൾ കരുതിയത് വീണ്ടും ഒരാളെ കൂടി പോലീസ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇനിയും ധാരാളം പേരുണ്ടെന്നാണ് ഷഹബാസിൻ്റെ ഉപ്പയായ ഇഖ്ബാൽ പറയുന്നത്. ഇവരുടെ പിതാക്കന്മാരും ആ പ്രദേശത്ത് ഈ സംഭവം കണ്ടു നിന്നു എന്നും ഇദ്ദേഹം പറഞ്ഞത് വലിയ നെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഷഹബാസ് എന്ന പൊന്നുമോനെ ഏത് സമയത്തും നിരന്തരമായി വെല്ലുവിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇവർ. എന്നിട്ടിപ്പോൾ ഈ പ്രതികളിൽപ്പെട്ട ആരോ ആണ് ഈ വോയിസുകളെല്ലാം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രതികൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഷഹബാസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരെന്താണ് മറുപടിയായി നൽകുന്നത് എന്ന് നമുക്കിതിൽ കേൾക്കാൻ കഴിയില്ല. ഷഹബാസിൻ്റെ വാക്കുകൾ അവസരത്തിനനുസരിച്ച് മുറിച്ചുകൊണ്ടാണ് ഈ വോയിസ് പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യം കേട്ട ആ ഭാഗം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക. നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് കാണണം എന്ന് ഷഹബാസ് പറഞ്ഞെങ്കിൽ ഷഹബാസിനോട് കൊന്നു കളയുമെന്ന് ഇവർ ആദ്യമേ പറഞ്ഞിരുന്നു. ആ സംഘർഷം കഴിഞ്ഞ ശേഷമുള്ള വീമ്പ് പറയുന്ന പ്രതികളുടെ വോയിസുകളെല്ലാം നമ്മൾ ആദ്യം തന്നെ കേട്ടതല്ലേ. ഫഹദെ, ഞാൻ പറഞ്ഞില്ലേ അവനെ കൊല്ലുമെന്ന്, നീ അവൻ്റെ കണ്ണൊന്നു പോയി നോക്ക്, അവന് കണ്ണൊന്നുമില്ല എന്നിങ്ങനെയൊക്കെയാണ് ആ വോയിസുകളിൽ നമ്മൾ കേട്ടത്. കൂടാതെ ഷഹബാസ് മോൻ്റെ മരണവിവരം അറിഞ്ഞ ഇവർ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ അത് ആഘോഷിക്കുകയും ചെയ്തു എന്ന വാർത്തയും അതിൻ്റെ പിന്നാലെ നമ്മൾ അറിഞ്ഞു. ഒരു കുട്ടിയല്ല, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെളിയാൻ പോകുന്നത് പല ആളുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് അവിടെ കാണികളായി നോക്കി നിന്ന ആളുകൾ, അവരുടെ പേരൻസ് ആളുകളുണ്ട്. കറക്റ്റായിട്ട് പറയുന്നില്ല, കുട്ടികൾ പറയുന്നില്ല പേടിച്ചിട്ട്. അതല്ലല്ലോ ശരി. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ഭീഷണി സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ആർക്കാ പേടിയില്ലാത്ത? എനിക്ക് വരെ പേടിയാണ്. പക്ഷേ ഞാനതില്ല, എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി അത് എനിക്ക് എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. അതിന് ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മകന് നീതി ലഭിക്കണം എന്ന ഒറ്റ ആഗ്രഹമാണ് ഷഹബാസിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും മറ്റു കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഉള്ളത്. തികച്ചും അത് അവർക്ക് അർഹതപ്പെട്ടത് തന്നെയല്ലേ. അവർ ആറ്റുനോറ്റു വളർത്തിയ പൊന്നു മകനെയാണ് അവരിൽ നിന്ന് പിരിച്ചു കളഞ്ഞത് ഈ നരാധമന്മാർ. വെറും 15 വയസ്സുള്ള ഷഹബാസ് എന്ന പൊന്നു മോന് സംഭവിച്ച ഈ കാര്യം ഏതൊരു മാതാപിതാക്കൾക്കാണ് സഹിക്കാൻ കഴിയുക? അത്ര വലിയ മർദ്ദനമേറ്റാണ് തൻ്റെ പൊന്നുമകൻ മരണപ്പെട്ടതെന്നറിഞ്ഞതും ഇവരുടെ വിഷമം വളരെ വലുതാക്കി തന്നെ ഇവർക്ക് നൽകുന്നുണ്ട്. ഇനിയൊരു ഷഹബാസ് ഇവിടെ പിറക്കാൻ പാടില്ല. അതാണ് ഈ ഉപ്പയുടെ ഒരേ ഒരു ആഗ്രഹം. അതിനുവേണ്ടി ഏതറ്റം വരേക്കും ഞാൻ പോകുമെന്ന് ഈ ഉപ്പ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് അത് സാധിക്കുവാനും മാത്രമുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ആത്മാഭിമാനത്തോടുകൂടി ജീവിച്ച ഒരാൾ, അതുകൊണ്ട് തന്നെയാണ് ഫ്രീയായി തങ്ങൾക്ക് തങ്ങളുടെ മകൻ്റെ വിലയായി ഒരു വീട് ലഭിക്കും എന്ന് പറഞ്ഞപ്പോഴും അതിനെയും ഇവർ തിരസ്കരിച്ചത്. ഷഹബാസിന് തുല്യമായി ഇവർക്ക് യാതൊന്നും തന്നെ നൽകാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. ഇവരുടെ ആഗ്രഹം ഒറ്റൊന്ന് മാത്രമാണ്, ഷഹബാസിന് നീതി ലഭിക്കണം. ഇനി ഒരു പൊന്നുമകനും ഇത് സംഭവിക്കരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഷഹബാസിന് നീതി ലഭിക്കണമെന്ന് ഈ കുടുംബം ആഗ്രഹിക്കാനും കാരണം. ഇതിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഇതിൽ ഒരു കുട്ടിയെ കൂടി അറസ്റ്റ് ചെയ്തു. അവൻ മാത്രമല്ല, ഇനിയും ഒട്ടേറെ പേരുണ്ട്. അവരുടെ രക്ഷിതാക്കൾക്ക് പോലും ഇതിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം നിറകണ്ണുകളോടെ പറഞ്ഞത്. ഷഹബാസ് മോനെ നിരന്തരമായി ഇവർ ഓരോ വാക്കുകൾ പറഞ്ഞതും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെക്കുറിച്ചും ഈ വോയിസിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഷഹബാസ് പറഞ്ഞ ആ അവസാന വോയിസുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇങ്ങനെയാണ് വലിയ ചെൽച്ചീന് ഇതാ അവിടെ പോയിട്ടുറങ്ങാൻ കൊണ്ടാവും നല്ല ആലോചിച്ച് എൻ്റെ നമ്പർ ധ്യാനല്ലേ വിളിക്കുക. എന്നിട്ട് ഞങ്ങൾ ആട്ട് തരാം. ഈ നമ്പർ ഡിസ്റ്റൻറ്റ് ഞാട്ടോ. ഓ ഇനി ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇവിടെ എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഇങ്ങനെ റൂൾ എനിക്ക് പേടിയാണ്. എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങാണ്ടിരുന്നത്. ഞങ്ങൾ ഇത്ര നേരം ചുമത്ത് പമ്പുണ്ടായും മറ്റേ ചാവറിൻ്റെ അടുത്തില്ല. അന്നപ്പോൾ നിങ്ങൾ മെഞ്ഞാന്ന് വന്ന് ഞങ്ങൾ കാത്ത് നിങ്ങളെ വിളിച്ച് ഇന്നും വന്ന്. എന്നിട്ട് നിങ്ങളാരും നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോടി, നിങ്ങൾ എപ്പോഴും അങ്ങ് കൂടുന്ന വെച്ചാൽ പറഞ്ഞു. ഞങ്ങൾ അന്നപ്പോൾ വരാം. വാ, അവിടെ വേറെ സാധനം കാണിച്ചാൽ ഇങ്ങോട്ടിട്ട് വാ, എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചു തരാം. എന്നോട് അതിനാരോ കാണിച്ചു കൊടുക്കാണ്ട് എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡയലോഗ് അടിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേത്തുന്നുള്ള ഒന്നും നടക്കുന്നില്ലായിരുന്നിട്ട് ഞങ്ങൾ തരാം.
നിങ്ങൾ വരും ഒന്ന് എടുക്ക്. എപ്പം വരുന്നുണ്ട്? നീ ഇപ്പം ഇറങ്ങടോ, ഇപ്പം ഇറങ്ങി. എന്നോട് ഇപ്പം ഇറങ്ങാൻ എടുക്കൂ. എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഒന്ന് എടുക്ക്, ഞങ്ങൾ വിളിക്കാം. ഒന്ന് എടുക്ക്. ഇനി വരണമെന്നില്ല, വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഒന്ന് എടുക്ക്. വരെയല്ലോ ഞങ്ങൾ എന്തോരാ കാത്ത് കഴിഞ്ഞ് ഇങ്ങനെ വരാറിഞ്ഞ് വരാണ്ട് ഞങ്ങൾ എന്താക്കാനാ? ദാടിന്ന് എനിക്ക് പേടിയാണ്. ഓരോ കാരണം പറഞ്ഞു കഴിഞ്ഞാറിന് വിളിച്ചാൽ അന്നപ്പോൾ ഇവിടെ വരണം. ഞങ്ങൾ നിങ്ങളെപ്പോൾ വിളിച്ചു? നിങ്ങളിപ്പോൾ അന്ന് രാത്രി 12 മണിക്ക് വിളിച്ചു. ഞങ്ങളടുത്തു ആരാന്നിപ്പോൾ എന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ ആരോ തച്ചാൽ ഞാൻ തിരിച്ചല്ലോ തല്ലില്ല. ഞങ്ങൾ ഓനെ തല്ലും. നീ എന്നിട്ടൊന്ന് കൊല്ല്, ബാക്കി എന്നിട്ട് കാണാം. ഓനെ തല്ലുന്ന് പറഞ്ഞാൽ തല്ലു. ഉറപ്പങ്ങൾ നേരെ വന്നാൽ തല്ലു. പറയുന്നതൊക്കെ ഞാൻ തല്ലു. എനിക്കൊന്നും പറയാണ്ടോ? ഇനി മാണനെ കോരങ്ങാട്ട് കയറും. അല്ലെ ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വാ, എന്നോട് നടക്കനി. ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞ് റിപ്ലൈ എങ്കിലും ഇല്ലെങ്കിലും ഒന്ന് എനിക്ക് തൊള്ളർക്ക് നേർക്ക് നിങ്ങൾ എന്തായാലും വരില്ലാക്കാൻ അല്ലെ വിളിച്ചാൽ ഒന്ന് എടുക്കുക. അല്ലാണ്ടിട്ട് ഓരോ തോന്നിയാസം പറഞ്ഞു ഇഞ്ഞ് പറഞ്ഞു ലേശങ്ങൾ ചിലച്ചതിനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്ന് വാ വിളിക്കുന്നിടത്തേക്ക്. ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരില്ല. ഞങ്ങൾ MJ മാത്രമേ വരൂ. പിന്നെ ഞാൻ തല്ലു. ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലു ഉറപ്പാ. ഞാൻ തല്ലു ഉറപ്പാ. ഇനി ഇന്നൊരു കൊല്ലുന്നൊന്ന് എനിക്ക് കാണണം. എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. അങ്ങനെ ഇപ്പോൾ കേട്ട ഷഹബാസിൻ്റെ ആ വോയിസുകളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഷഹബാസ് അങ്ങോട്ട് പലതും പറഞ്ഞല്ലോ എന്നായിരിക്കും നമ്മൾ ധരിക്കുക. പക്ഷേ ഷഹബാസ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനേക്കാളും ഉപരിയായി അവർ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി ഷഹബാസ് മാത്രം പറഞ്ഞത് അവസരങ്ങൾക്കനുസരിച്ച് മുറിച്ചാണ് ഈ വോയിസിൻ്റെ സ്ക്രീൻ റെക്കോർഡർ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതേതായാലും പ്രതികളെ അനുകൂലിക്കുന്നവർ ചെയ്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വ്യക്തമായിട്ട് ഷഹബാസ് തന്നെ ഭീഷണിപ്പെടുത്തുന്നതിനെക്കുറിച്ചും അനാവശ്യങ്ങൾ പറയുന്നതിനെക്കുറിച്ചും ഇതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നിരന്തരം ഒരാളെ ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്നെല്ലാം പറയുകയും ചെയ്യുമ്പോൾ ആരായാലും ചിലപ്പോൾ പ്രതികരിച്ചു പോകും. ഒരിക്കലും ഷഹബാസ് ഒരു അക്രമിയല്ല. ലോലഹൃദയനായ ഒരു പാവം കുട്ടിയായിരുന്നു അവൻ. അതവൻ്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനും പറ്റും. ഷഹബാസിനെ അടുത്തറിയുന്നവർക്കോ അയൽവാസികൾക്കോ നാട്ടുകാർക്കോ ഈ പൊന്നുമോനെക്കുറിച്ച് യാതൊരുവിധ കുഴപ്പങ്ങളും പറയാനുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വിയോഗത്തിൽ ആ നാടൊന്നടങ്കം കരഞ്ഞത്. നഷ്ടപ്പെട്ടത് ആ മാതാപിതാക്കൾക്കാണ്. അവർക്ക് അതിൻ്റെ വിഷമം അല്പമെങ്കിലും ശമിക്കണമെങ്കിൽ ഇതിന് കാരണക്കാരായവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ഏറ്റവും അർഹമായ ശിക്ഷ തന്നെ വാങ്ങി നൽകിയല്ലാതെ അവരുടെ കണ്ണീരിന് യാതൊരു അടക്കവും ഉണ്ടാവില്ല. അതല്ലെങ്കിലും തങ്ങളെ എന്നും സംരക്ഷിച്ചു പോറ്റുമെന്ന് കരുതി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ആറ്റുനോറ്റി വളർത്തിയവൻ ഒരു വേളയിൽ ചില നീചരുടെ കൈകൊണ്ട് മർദ്ദനമേറ്റ് മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു കുടുംബത്തിന് സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന തരത്തിലാവുക? ഷഹബാസ് മോന് നീതി ലഭിക്കാൻ അത് ഈ നാടിൻ്റെ ആവശ്യമാണ്.